ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി പൊതുസമൂഹത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ സ്ഥാപനമാണ് ഐസിഫോസ്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഐസിഫോസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ്. ഐസിഫോസിൽ ഇതിനായി അസിസ്റ്റീവ് ടെക്നോളജി എന്ന ഒരു ഡിവിഷൻ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കുട്ടികൾക്കായി വിവിധ തരത്തിൽപ്പെട്ട പഠനോപകരണങ്ങൾ ഇപ്പോൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പ്രൊജക്ടിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള വിവിധ വിദ്യാലയങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഐസിഫോസ് അക്ഷി എന്ന പേരിൽ ഒരു ബ്രെയിലി ലേണർ കം ക്രോസ്വേഡ് പസിൽ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഉപകരണം. അടുത്ത അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ഉപകരണം വിവിധ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നതിനായി സ്മാർട്ട് സിറ്റി പ്രൊജക്ട് ധനസഹായം നൽകിയിട്ടുണ്ട്. ഐസിഫോസ് ഡെവലപ്പ് ചെയ്ത ഈ അക്ഷി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. ബാക്കി പ്രോസസ്സ് ഐസിഫോസിലെ അസിസ്റ്റീവ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെങ്കിലും അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ITഐകളായ കഴക്കൂട്ടം, ചാക്ക ITഐയിലുള്ള കുട്ടികൾ വളരെയേറെ ഞങ്ങളെ അതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ആ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശ്രീമതി സുജാതയെ അപ്രോച്ച് ചെയ്യുകയും മാഡത്തിൻ്റെ വലിയൊരു സഹായത്തോടു കൂടിയാണ് ഇത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. കേരളത്തിലെ കാഴ്ച പരിമിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രെയിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിന് ഉതകുന്ന രീതിയിലുള്ള 2 ഉപകരണങ്ങൾ സ്മാർട്ട് സിറ്റി സ്പോൺസർഷിപ്പോടു കൂടി ഐസിഫോസിൻ്റെ അസിസ്റ്റീവ് ടെക്നോളജി ഡിവിഷൻ വികസിപ്പിച്ചെടുത്ത ക്രോസ്വേഡ് പസിൽ, ബ്രെയിൽ ലേണേഴ്സ് എന്നീ ഉപകരണങ്ങളുടെ പോസ്റ്റ് പ്രോസസ്സിംഗ് ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള അഭ്യർത്ഥന നടത്തുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വ്യാവസായിക പരിശീലന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വീണ N. മാധവൻ IAS അവர்களுമായി ഈ വിഷയം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി ലഭിക്കുകയും തിരുവനന്തപുരം ജില്ലയിലെ നോഡൽ ITഐ ചാക്ക ITഐ, അതുപോലെ തന്നെ കഴക്കൂട്ടം വനിതാ ITഐ എന്നീ പ്രിൻസിപ്പാൾമാരുടെ നേതൃത്വത്തിൽ 200 സെറ്റുകൾ, ഏകദേശം 12,000 യൂണിറ്റുകൾ സമയബന്ധിതമായി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ITകളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള നൈപുണ്യ കർമ്മസേനയുടെ സഹായത്തോടു കൂടിയും ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായും ട്രെയിനികളും ഇൻസ്ട്രക്ടേഴ്സും ചേർന്നുകൊണ്ട് സമയബന്ധിതമായി ഈ വർക്കുകൾ ചെയ്തു തീർക്കുവാൻ ഉള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ 12 സ്കൂളുകളിലെ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു. വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. ഒപ്പം തന്നെ തുടർന്നും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണ് എന്നുള്ള വിവരം കൂടി സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ITഐ വനിതാ കഴക്കൂട്ടവും ഐസിഫോസുമായി ചേർന്നുകൊണ്ട് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു ഉപകരണം, അല്ലെങ്കിൽ ക്രോസ്വേഡ് പസിൽസ് എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ ഫിനിഷിംഗ് പ്രോസസ്സ്, അതായത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്രദമായ, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള ആ ഉപകരണത്തിൻ്റെ ഫിനിഷിംഗ് പ്രോസസ്സ് ഈ ITഐയിലെ ടെക്നിക്കൽ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്ന ട്രേഡും ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന ട്രേഡിൻ്റെ ട്രെയിനിങ്ങുകളായിട്ട് പൂർത്തീകരിച്ചു. അത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്
ITL പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ കാണുകയും IC ഫോഴ്സിൻ്റെ ജീവനക്കാർ എന്നെ വന്ന് കാണുകയും ആദ്യം ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അവർ ആ ആശങ്ക പ്രകടിപ്പിച്ചത് എങ്ങനെ പൂർത്തീകരിക്കാം എന്നാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു പോസിറ്റീവ് എനർജിയോടെ അത് ഏറ്റെടുക്കുകയും അത് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. നമ്മുടെ ITL ട്രെയിനികൾ വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിക്കും. ഇത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകും. അത് നമ്മുടെ ഈ ITയുടെ ഈ ട്രേഡുകൾക്കുള്ള ഒരു ഓൺ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രാക്ടീസായിട്ടും അവർക്കുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. അത് വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ അഭിമാനത്തോടെ ഞാൻ അവരോട് എനിക്ക് ഈ പ്രോജക്റ്റ് തന്നതിലും വളരെ സന്തോഷകരമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന IC ഫോഴ്സ് എന്ന സ്ഥാപനം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് ചാക്ക ITയിൽ സമീപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി ചാക്ക ITയിലെ ഫിറ്റർ ട്രേഡിലെ അധ്യാപകരും കുട്ടികളും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെ സഹായത്താൽ ഈ ക്രോസ് വേർഡ് പസിൽ വളരെ ഭംഗിയായി ഫിനിഷ് ചെയ്ത് നൽകാൻ ചാക്ക ITയിലെ കുട്ടികൾക്ക് പ്രോജക്റ്റിൻ്റെ ഭാഗവും അതോടൊപ്പം തന്നെ OJTയുടെ ഭാഗമായും ചെയ്തു നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു മഹത്തായ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം സമൂഹത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി വളരെ നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തി ചെയ്യാൻ ചാക്ക ITയിലെ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് IC ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത അക്ഷി എന്ന പ്രോഡക്റ്റ് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് IC ഫോഴ്സ്. പ്രോഡക്റ്റ് ഒരു മാസത്തിനുള്ളിൽ കൈമാറണമെന്ന് സ്മാർട്ട് സിറ്റി ആവശ്യപ്പെട്ടപ്പോൾ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ ഉള്ള ഒരു സ്ഥാപനമാണ്. അവർക്കത് ഒരു മാസത്തിനുള്ളിൽ 200 ഡിവൈസസ് കൈമാറണം എന്നുള്ളതായിരുന്നു. അതിന് സാധിച്ചത് ITകളുടെ കുട്ടികളുടെ, അതായത് പ്രത്യേകിച്ചും ചാക്ക IT, കഴക്കൂട്ടം ITകളുടെ കുട്ടികളുടെ വളരെ സഹായത്തോടു കൂടിയാണ്. അതിന് നിങ്ങൾ അവരോട് നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ബ്ലൈൻഡ് സ്കൂളായിട്ടുള്ള പ്രോജക്റ്റിൽ ഞങ്ങൾ വളരെ നാളായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവിടെയുള്ള കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിൽ IC ഫോഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് ഇങ്ങനെ ഒരു ബ്രെയിലി മാപ്പ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. IC ഫോഴ്സ് ഒത്തിരി റിസർച്ച് വർക്ക് ചെയ്യുന്നുണ്ട് IT ഫീൽഡിൽ. പക്ഷെ അത് ഇത്ര ഒരു എഫക്റ്റീവായിട്ട് ഞങ്ങളുടെ ഒരു മിഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയത് IC ഫോഴ്സിൻ്റെയും സ്മാർട്ട് സിറ്റിയുടെയും കളക്റ്റീവ്ലി എഫേർട്ട് കൊണ്ടാണെന്നും അതിന് ഞങ്ങളുടെ എഫാണ് ശിവകുമാർ സാറാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തതെന്നും അത് ഞാൻ സാറിനോട് നന്ദിയും പറയുന്നു. ഇത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിന് സ്മാർട്ട് സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എൻ്റെ നന്ദിയും പറയുന്നു. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് ലേണിംഗ് ആയിട്ട് വിവിധ സിറ്റികളുടെ അതൊരു പ്രൊജക്റ്റായിട്ട് തന്നെ സ്മാർട്ട് ക്ലാസ് റൂം നൽകി വരുന്നുണ്ട്. എന്നാൽ പക്ഷേ ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ ഒരു പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി അവർക്കൊരു സ്മാർട്ട് ലേണിംഗ് ഓപ്ഷൻ നൽകുന്നതിന് ഞങ്ങളുടെ അന്വേഷണം നടത്തിയപ്പോഴാണ് IC ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള റിസർച്ച് വിഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുള്ള അക്ഷി സീരീസിൽപ്പെട്ട ഈ 2 ഉപകരണങ്ങളെക്കുറിച്ച് ക്രോസ് വേർഡ് പസിൽ ബ്രെയിൻലിയാണ് എന്നീ ഉപകരണങ്ങളെക്കുറിച്ച് അറിയുന്നത്. IC ഫോഴ്സുമായി ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ 12ഓളം വരുന്ന ബ്ലൈൻഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതിനായിട്ട് 200 എണ്ണം വീതം ഈ ഉപകരണങ്ങൾ വാങ്ങി നൽകണം എന്ന് ഇപ്പോൾ തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ
ഐസിഫോസുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ വിവിധ ബ്ലൈൻഡ് സ്കൂളുകളിലെ വിവിധ കുട്ടികൾ അവർക്ക് പരിശീലനം നൽകാനുള്ള അധ്യാപകരുടെ പരിശീലനം ഉൾപ്പെടെ ഇവ നടപ്പാക്കുമ്പോൾ ഇതൊരു ബ്ലൈൻഡ് സ്കൂളുകളിലെ കുട്ടികളെ സംബന്ധിച്ചോളം ഒരു വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തിനായിട്ട് സഹായിക്കുന്ന ഈ ഉദ്യമത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന് ഏറെ അഭിമാനമുണ്ട്. ഒപ്പം ഇത്ര ഉന്നത നിലവാരമുള്ള ഈ പ്രൊഡക്റ്റ് വികസിപ്പിച്ച സമയബന്ധിതമായ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഐസിഫോസിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുന്നു. കേരളത്തിലെ കാഴ്ച പരിമിതർക്കായുള്ള വിവിധ സ്കൂളുകളിലെ അധ്യാപകരുടെ നിർദ്ദേശങ്ങളും പിന്തുണയോടും കൂടിയാണ് ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗം കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഗവേഷണവും വികസനവും നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി 3 അക്ഷര വാക്കുകൾ പഠിക്കുവാനുള്ള ലളിതമായ ഉപകരണം ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗം വികസിപ്പിക്കുകയും ഇതിൻ്റെ ആദ്യ പ്രവർത്തന മാതൃക വഴുതക്കാട് പ്രവർത്തിക്കുന്ന കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൻ്റെ മുൻ പ്രധാനാധ്യാപകനായ ശ്രീ അബ്ദുൽ ഹക്കീമിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ശ്രീ അബ്ദുൽ ഹക്കീം ഈ ഉപകരണം ഫലപ്രദമാണെന്ന് വിലയിരുത്തുകയും കേരളത്തിലെ കാഴ്ച പരിമിതർക്കായുള്ള വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വിദഗ്ധരും ഉൾപ്പെടുന്ന ഒരു വലിയ പാനലിന് മുന്നിൽ ഈ ഉപകരണം പ്രദർശിപ്പിക്കുകയും ചെയ്യാൻ അഭ്യർത്ഥിച്ചു. പള്ളിക്കാപ്പറ്റ കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് പ്രധാന അധ്യാപകനായ ശ്രീ യാസിർ എ.കെയുടെയും അരിയല്ലൂർ ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപകനായ ശ്രീ അബ്ദുൽ ജലീലിൻ്റെയും വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിലെ പ്രധാനാധ്യാപികയായ ലീന ടീച്ചറുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു. കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഗവേഷണ വികസനങ്ങൾക്കൊപ്പം പഠന വൈകല്യമുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായുള്ള ഗവേഷണവും വികസനവും ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗം നടപ്പിലാക്കി വരുന്നു. ഉൽപ്പന്ന രൂപകൽപ്പനയിലും ഇലക്ട്രോണിക് സർക്യൂട്ട് രൂപകൽപ്പനയിലും ഉൽപ്പന്ന നിർമ്മാണത്തിലും നൈപുണ്യമുള്ള ടീമാണ് ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗത്തിനുള്ളത്. ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗം ടീം അംഗങ്ങളുടെയും ഐസിഫോസ് ടീമിൻ്റെയും കഴക്കൂട്ടം ചാക്ക ITIയിലെ വിദ്യാർത്ഥികളുടെയും ഉൽപ്പന്ന നിർമ്മാതാക്കളുടെയും കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ബ്രെയിൽ ഉപകരണങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനായത്. സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് സ്പോൺസർ ചെയ്ത ഈ ഉപകരണങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനായത് ഐസിഫോസിനും സഹായ സാങ്കേതിക വിഭാഗത്തിനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. തുടർന്നും ഇത്തരം സംരംഭങ്ങൾ ഏറ്റെടുക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ നടപ്പിലാക്കുകയും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. വിഷ്വലി ചലഞ്ചറായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് 3 ലെറ്റർ വേർഡ്സ് പഠിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷിൽ 3 ലെറ്റർ വേർഡ്സ് പഠിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഡിവൈസാണ് അക്ഷി ക്രോസ്വേഡ് പസിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ ബ്ലോക്സ് ഉണ്ടാവും. അതിൽ ഓരോ ബ്രെയിൽ എംബോസ് ചെയ്തിട്ടുണ്ടാവും. പർട്ടിക്കുലർ ലെറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബ്രെയിൽ പാറ്റേൺസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉള്ളത് പ്ലാറ്റ്ഫോമാണ് 3x3 പ്ലാറ്റ്ഫോം. ഇതിൽ ഒരു ടീച്ചർക്ക് തന്നെ സ്വന്തമായി ഒരു പസിൽ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിലിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇതിൽ 2 വേർഡ്സ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് ഇവിടെ വെക്കേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഈ വേർഡ്സ് വെക്കുന്നത്. ഇവിടെ ബ്ലാങ്ക് ആണ്.
ഇപ്പോൾ SN ഉണ്ട്, ഇതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി U വെച്ച് കഴിഞ്ഞാൽ അതൊരു സണ്ണായി. അങ്ങനെ നമുക്ക് 3x3 പസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ലെഫ്റ്റ് കട്ടുണ്ട് ഓരോ ലെറ്റർ ബ്ലോക്സിലും. ഈ ലെഫ്റ്റ് കട്ട് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓറിയൻറ്റേഷന് വേണ്ടിയിട്ടാണ്. ബ്രെയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രെയിൽ കോമ്പിനേഷൻസും അതിൻ്റേതായ ഓറിയൻറ്റേഷൻ വായിച്ചില്ലെങ്കിൽ അതിന് ഇൻ്റർപ്രിട്ടേഷൻ മാറിപ്പോകും. ഐയും ഇയും എക്സാമ്പിൾ ഐയും ഇയും പോലെ മാറിപ്പോകും. പിന്നെ ഉള്ളത് മാഗ്നറ്റാണ്. മാഗ്നറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരുടെ പഠനത്തെ കൂടുതൽ എളുപ്പമാക്കുക. അപ്പോൾ അവർ ഈ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ എഫേർട്ട് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഇപ്പോൾ സപ്പോസ് അവർ യൂസ് ചെയ്യുമ്പോൾ താഴെ പോകാം മാഗ്നറ്റ് ഇല്ല എങ്കിൽ. അപ്പോൾ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പ്രോബ്ലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഡിസൈൻ അവർക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബേസിക്കലി ക്രോസ്വേർഡ് പസിലിൻ്റെ മാനുഫാക്ചറിങ്ങിലായിരുന്നു നമുക്ക് 3D പ്രിൻറ്റിങ്ങിൻ്റെ ആവശ്യം വന്നത്. അക്ഷി ക്രോസ്വേർഡ് പസിൽ, പിന്നെ ബ്രെയിൽ ലേണറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മോൾഡിംഗ് ആണ്. അക്ഷി ക്രോസ്വേർഡ് പസിലിന് നമ്മൾ പല മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഈ ഡബിൾ കളർ പ്രിൻറ്റിങ്, അതുപോലെ തന്നെ സ്മോൾ സൈസ്ഡ് ആൽഫബറ്റ്സിൻ്റെ പ്രൊജക്ഷൻ വേണം, അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കോൺട്രാസ്റ്റ് പ്രിൻറ്റിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെത്തേഡ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഫൈനലൈസ് ചെയ്ത് വന്നതാണ് ഈ 3D പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. 3D പ്രിൻറ്റിങ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന ഒരു റിക്വയർമെൻറ്റ് എന്തായാലും ഉണ്ടായിരുന്നു. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സിൽ വേണം എന്നുള്ള റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ചലഞ്ച്. അത് നമ്മൾ നമ്മുടെ റിസർച്ചിൽ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് ഈ കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് യൂസ് വരുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം, ഇപ്പോൾ എന്തെങ്കിലും അവരുടെ അലർജിക്ക് അല്ലാത്ത, അതേപോലെ വയലും എങ്ങാനും പോയാൽ കുഴപ്പമില്ലാത്ത ടൈപ്പ് മെറ്റീരിയൽ വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ റിക്വയർമെൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്തത്. അതായത് PLA ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ലെയർ സ്റ്റോപ്പിംഗ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ 3D പ്രിൻറ്റിങ് വഴി ഈ അക്ഷി ക്രോസ്വേർഡ് പസിലിൻ്റെ പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യാണ് ചെയ്തത്. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഡിവൈസിൻ്റെ പേര് ബ്രെയിൽ ലേണർ അഥവാ പ്രീ ബ്രെയിൽ ഡിവൈസ് എന്നാണ്. ഈ ഡിവൈസിൻ്റെ ആശയത്തിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത് കാഴ്ച പരിമിതരായിട്ടുള്ളവരും കാഴ്ച കുറവുള്ളവരും ബ്രെയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വീകരിച്ചു വരുന്ന ചില മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ആ മെത്തേഡ് വളരെയധികം കോംപ്ലിക്കേറ്റഡും പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഈ ഉപകരണത്തിൻ്റെ ആശയത്തിലോട്ട് എത്തിപ്പെടുന്നത്. ഈ ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിവൈസ് വളരെ സിമ്പിളും കോമ്പാക്റ്റുമായിട്ടുള്ള ഒരു ഡിവൈസാണ്. ഈ ഡിവൈസിൽ 6 ബ്രെയിൽ ഡോട്ടുകൾ ഉപകരണവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ദൃഢമായി ബന്ധിപ്പിച്ചത് കാരണം ബ്രെയിൽ ഡോട്ടിൻ്റെ ചലനത്തെയും അത് താഴെ വീഴാനുള്ള പോസിബിലിറ്റീസ് ഇല്ലാണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 6 ബ്രെയിൽ ഡോട്ടുകളുടെയും ഉയർച്ചയും താഴ്ചയും സിമ്പിളായിട്ടുള്ളൊരു പ്രസ് ആൻഡ് റിലീസ് മെക്കാനിസത്തിലൂടെയാണ് നമ്മൾ അച്ചീവ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏത് ഭാഷയിലുമുള്ള ബ്രെയിൽ പഠിക്കാനും ഈ ഡിവൈസ് വളരെയധികം യൂസ്ഫുള്ളാണ്. ഐസിഫോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം വികസിപ്പിച്ച 2 ഉൽപ്പന്നങ്ങൾ 200ഓളം കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികളിലേക്ക് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡോടുകൂടി എത്തിക്കാൻ സാധിക്കുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ് ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ ഇതിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പ്രധാന വെല്ലുവിളിയായിട്ട് നമുക്ക് നേരിടേണ്ടി വന്നത് ഈ ഡിവൈസുകളുടെ പോസ്റ്റ് പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസാണ്. ഇതിനു വേണ്ടി നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നത് തൊഴിൽ ഭവനുമായി ബന്ധപ്പെട്ട് ITI കഴക്കൂട്ടം, ITI ചാക്ക എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രിൻസിപ്പൽമാരും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാന വെല്ലുവിളിയായിരുന്നത് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ടീമിലെ അംഗങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ, അസിസ്റ്റീവ് ടെക്നോളജി ടീമിൻ്റെ സപ്പോർട്ട്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ടീമിൻ്റെ സപ്പോർട്ട്, മറ്റ് ടീം അംഗങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല. അവരെയും അവരുടെ സഹകരണത്തിനും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ 2021 മുതൽ ഐസിഫോസിൻ്റെ എല്ലാ ഗവേഷണ പ്രവർത്തനങ്ങളും, ഐസിഫോസിൻ്റെ അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗത്തിൻ്റെ എല്ലാ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് നൽകുന്ന ഒരു കൂട്ടം അധ്യാപകരാണ്. അവരുടെ അർപ്പണ മനോഭാവത്തിനും ആത്മാർത്ഥതയ്ക്കും മുമ്പിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കാഴ്ചപരിമിതരായ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം നൽകുകയും എല്ലാം ചെയ്തിട്ടുള്ള സ്മാർട്ട് സിറ്റി ട്രിവാൻഡ്രം ലിമിറ്റഡിനും ഞാൻ നന്ദി പറയുന്നു.
നന്ദി.